ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം. ഒരു മനുഷ്യൻ്റെ രോഗാവസ്ഥയെ കളിയാക്കുകയോ പരിഹസിക്കുകയോ അല്ലെങ്കിൽ ആ മനുഷ്യൻ മരിച്ചു കാരണമെന്നോ എന്നുള്ള ഉദ്ദേശത്തിലല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മരണമെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. നാം എല്ലാവരും ഒരു നാൾ മരണപ്പെടേണ്ടവർ തന്നെയാണ്. എല്ലാവർക്കും ഒരിക്കൽ മരണമുണ്ട്. പക്ഷേ ഈ ക്രൂരന്മാരായ ധിക്കാരികളായ ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മരണമെന്ന് പറയുന്നത് പലപ്പോഴും വളരെയധികം വേദനാജനകമായ ഒരു മരണമായിരിക്കും. പല വിധത്തിലുള്ള അസുഖങ്ങളിലൂടെ, പല വിധത്തിലുള്ള മാറാരോഗങ്ങളിലൂടെ, അത്തരത്തിൽ ഒരുപാട് പ്രയാസങ്ങളിലൂടെയായിരിക്കും പലപ്പോഴും ക്രൂരന്മാരായ ഭരണാധികാരികൾക്ക് അന്ത്യം സംഭവിക്കുക. മുൻകാല ചരിത്രങ്ങൾ പരിശോധിച്ചാൽ അത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ പറയുന്നത് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റിനെ കുറിച്ചാണ്. നമുക്കറിയാം, ട്രംപിന് ഏകദേശം 70-75 വയസ്സ് പ്രായമുണ്ട്. സ്വാഭാവികമെന്നോണം ആ പ്രായത്തിൻ്റെതായ പല വിധത്തിലുള്ള പ്രയാസങ്ങൾ, അസുഖങ്ങൾ അത് ട്രംപിനും സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതിനേക്കാളപ്പുറം വലിയ രീതിയിലുള്ള അസുഖങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെയാണ് ട്രംപ് ഈ അടുത്ത കാലത്തായി കടന്നു പോകുന്നത്. ഇപ്പം നമുക്കറിയാം, ഈ ഇറാൻ യുദ്ധം നടന്ന സമയം മുതൽ ട്രംപ് എന്തൊക്കെയാണ് സംസാരിക്കുന്നത് എന്ന് ഒരുപക്ഷെ ട്രംപിന് പോലും വ്യക്തമല്ല എന്നുള്ളതാണ്. ഓരോ സമയത്തും പരസ്പര വിരുദ്ധമായി കൊണ്ട് പലതും സംസാരിച്ചു വയ്ക്കുന്നു. ഇന്നൊന്ന് പറയുന്നുവെങ്കിൽ നാളെ പറയുന്നത് മറ്റൊന്നായിരിക്കും, അതിനുശേഷം പറഞ്ഞത് പിന്നെ മറ്റൊന്നായിരിക്കും. നമുക്കറിയാം, 2 ദിവസങ്ങൾക്ക് മുമ്പ് ഡൊണാൾഡ് ട്രംപ് വിചിത്രമായ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഇനി മുതൽ ഞാനും ആയത്തുള്ളയും കൂടി ചേർന്നുകൊണ്ട് ഹോർമുസ് കടലിടുക്ക് നയിക്കുമെന്നുള്ള വിചിത്രമായ ഒരു പ്രസ്താവനയായിരുന്നു അത്. അത്തരത്തിൽ പലപ്പോഴായി പരസ്പര വിരുദ്ധമായി കൊണ്ട് സംസാരിക്കുന്നു. അതോടൊപ്പം 24 മണിക്കൂർ സമയം കൊടുത്തുകൊണ്ട് മുന്നറിയിപ്പ് കൊടുക്കുന്നു. എന്നിട്ട് അതിനുശേഷം ഇതാ ഞാൻ വെടിനിർത്തൽ കരാർ കൊണ്ടുവന്നിരിക്കുന്നു, സമാധാന ചർച്ചകൾ നടത്തിയിരിക്കുന്നുവെന്നുള്ള മറ്റൊരു പ്രസ്താവന. എന്നാൽ ഇപ്പോഴോ ട്രംപിൻ്റെ ഓരോ പ്രസ്താവനകൾക്ക് പുല്ലുവില കൊടുത്തുകൊണ്ട് ട്രംപിനെ മുഖവിലയ്ക്കെടുക്കാതെ മുന്നോട്ട് പോകുന്ന ഇറാനെയും ഇസ്രായേലെയും കാണാൻ സാധിക്കും. ഓക്കെ, അതെന്തുമായിക്കൊള്ളട്ടെ, നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ഞാൻ നിങ്ങൾക്ക് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു വീഡിയോ കാണിക്കാം. ഈ വീഡിയോയിൽ ഡൊണാൾഡ് ട്രംപ് വളരെയധികം ഒരു അവശനായ നിലയിൽ ആ ഒരു ചെയർ പോലും നീക്കി അവിടേക്ക് ഇരിക്കാൻ വളരെയധികം പ്രയാസപ്പെടുന്ന ട്രംപിനാണ് കാണാൻ സാധിക്കുന്നത്. ഇതിൽ നിന്നും ട്രംപ് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി മറ്റൊരു വീഡിയോ കാണിക്കാം. Do you see it here? The bruising on his hand. It's what we've been seeing. It's more apparent. You can clearly see it here, even though the image is blurry. And this is on his left hand. We were used to seeing it more on his right hand. But look at his right hand. It looks swollen. Here's another angle of it, really swollen. And the orange makeup looks really caked on. He looks sweaty, and he was even struggling to take a breath in between speaking to reporters. ഈ വീഡിയോയിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു വീഡിയോ അതിനെ സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ട് ഒരു സഹോദരൻ ചില കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതായത് ഡൊണാൾഡ് ട്രംപ് അധികവും യൂസ് ചെയ്യുന്നത് തൻ്റെ ഇടതുകൈയാണ്. എന്നാൽ നേരെ മറിച്ച് വലതുകൈ നോക്കുന്ന സമയത്ത് ആ വലതുകൈ നല്ലതുപോലെ വീർത്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി മറ്റൊരു വീഡിയോ കൂടി കാണിക്കാം. President had a little bit of trouble with that right arm when he was supposed to salute like everyone else at the Veterans Day ceremony. കണ്ടില്ലേ? അതായത് തൻ്റെ അടുത്ത് നിൽക്കുന്ന ആളുകൾ വലത് കൈ ഉയർത്തി അത് സല്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതുപോലെ അനുകരിക്കാൻ ശ്രമിക്കുന്ന ട്രംപിന് ആ വലത് കൈ ഉപയോഗിച്ചുകൊണ്ട് സല്യൂട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇതിൽ നിന്നും സ്വാഭാവികമെന്നോണം ട്രംപിൻ്റെ വലത് കൈക്ക് കുറച്ച് പ്രയാസങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളുള്ളതായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി ട്രംപിൻ്റെ മറ്റൊരു വീഡിയോ കൂടി ഞാനൊന്ന് കാണിക്കാം. It just seems surreal being in the Oval Office and having the President of the United States speak so highly of me and then recognize my family and know my family by name. It's humbling, and I never take it for granted. But I made this very clear that I don't care what color your state is. I don't care if you're red or you're blue. At the end of the day, my job is to be Secretary of Homeland and to protect everybody the same, and we will do that. I'll fight every single day. Today I got the privilege of meeting so many. ഈ വീഡിയോയിൽ ട്രംപിൻ്റെ ബോഡി ലാംഗ്വേജ് പരിശോധിക്കുന്ന സമയത്ത് എന്തൊക്കെയോ പ്രയാസങ്ങൾ, എന്തൊക്കെയോ ആരോഗ്യ പ്രശ്നങ്ങൾ
ട്രംപ് നേരിടുന്നതായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ചിത്രം നിങ്ങൾ കണ്ടോ? ഇത് ട്രംപ് ഇരിക്കുന്ന സമയത്ത് ട്രംപിൻ്റെ 2 കാലുകളും കണങ്കാലുകളും വലിയ തോതിൽ വീർത്തിരിക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ചിത്രത്തിലും അത്തരത്തിൽ ട്രംപിൻ്റെ കണങ്കാലുകൾ വീർത്തിരിക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം ട്രംപിൻ്റെ കൈകളും അതോടൊപ്പം കഴുത്തുമൊക്കെ പരിശോധിക്കുന്ന സമയത്ത് ചില ചതവുകളും പാടുകളും ഉള്ളതായി കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ എന്താണ് ട്രംപിനുള്ള പ്രശ്നം? അത് അമേരിക്കൻ വൈറ്റ് ഹൗസിലെ പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള കരോലിൻ ലീവിറ്റ് തന്നെ പത്രവാർത്താ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് പറയുകയുണ്ടായി. On another note, I know that many in the media have been speculating about bruising on the president's hand and also swelling in the president's legs. So in the effort of transparency, the president wanted me to share a note from his physician with all of you today. In recent weeks, President Trump noted mild swelling in his lower legs. In keeping with routine medical care and out of an abundance of caution, this concern was thoroughly evaluated by the White House medical unit. The president underwent a comprehensive examination, including diagnostic vascular studies. Bilateral lower extremity venous Doppler ultrasounds were performed and revealed chronic venous insufficiency, a benign and common condition. ഇതിൽ കരോലിൻ ലീവിറ്റ് പറയുന്നത്, കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി പ്രസിഡന്റ് ട്രംപിൻ്റെ കാലുകളിൽ നേരിയ തോതിൽ നീരനുഭവപ്പെട്ടിരുന്നു. പതിവ് മെഡിക്കൽ പരിശോധനകളുടെ ഭാഗമായും കൂടുതൽ ജാഗ്രത പുലർത്തുന്നതിനായും വൈറ്റ് ഹൗസ് മെഡിക്കൽ യൂണിറ്റ് ഇത് വിശദമായി പരിശോധിച്ചു. രക്തക്കുഴലുകളെക്കുറിച്ചുള്ള പഠനങ്ങൾ ഉൾപ്പെടെയുള്ള സമഗ്രമായ പരിശോധനകൾക്ക് അദ്ദേഹം വിധേയനായി. ഇരു കാലുകളിലെയും വെയിനസ് ഡോപ്ലർ അൾട്രാസൗണ്ട് പരിശോധനയിൽ അദ്ദേഹത്തിന് CVI, അതായത് ക്രോണിക് വീനസ് ഇൻസഫിഷ്യൻസി ഉള്ളതായി കണ്ടല്ലോ. ഇത് പറയുന്നത് US-ൻ്റെ വൈറ്റ് ഹൗസിലെ പ്രസ് സെക്രട്ടറിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് അസുഖങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് കാര്യം വ്യക്തമാണ്. ഇതിനു മുമ്പ് ഡൊണാൾഡ് ട്രംപിന് കൊറോണറി ആർട്ടറി ഡിസീസ് ഉള്ളതായി നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇത് നിയന്ത്രിക്കാൻ ട്രംപ് സ്റ്റാറ്റിൻ, ആസ്പിരിൻ എന്നീ മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. അതോടൊപ്പം കൊളസ്ട്രോൾ, റൊസേഷ്യ എന്ന് പറയുന്ന ഒരു ചർമ്മരോഗം എന്നിവയുള്ളതായിട്ട് മുമ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടാതെ ആമാശയ സംബന്ധമായ ഡൈവർട്ടിക്യുലോസിസ് എന്ന അവസ്ഥയും ട്രംപിനുണ്ടായിട്ടുണ്ട് എന്ന് ചില റിപ്പോർട്ടുകൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാത്രമല്ല, മാനസികമായ മറ്റു പല പ്രശ്നങ്ങളിലൂടെയും ഡൊണാൾഡ് ട്രംപ് കടന്നു പോകുന്നുണ്ട് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നോക്കൂ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ രോഗാവസ്ഥയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണത്തെ ആഗ്രഹിച്ചുകൊണ്ടോ പറയുന്ന കാര്യങ്ങളല്ല. നമുക്കും നാളെ മരണമുള്ളവരാണ്. നമ്മളിൽ പലരും രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇറാനിലെ ഒരു സ്കൂളിൽ ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധികളായ, ഒരു മുട്ടുസൂചി കൊണ്ടുപോലും ആരെയും ഉപദ്രവിക്കാത്ത 165-ലധികം വരുന്ന പെൺകുട്ടികളെ, ആ സ്കൂൾ വിദ്യാർത്ഥികളായ കൊച്ചുകുട്ടികളെ നിരുപാധികം കൊലപ്പെടുത്തിയത് അമേരിക്കയാണെന്നുള്ള കാര്യം മറന്നുപോകരുത്. ആ അമേരിക്കയുടെ ഭരണാധികാരിയായ ഡൊണാൾഡ് ട്രംപിൻ്റെ അനുവാദമില്ലാതെ അത് നടക്കില്ല എന്നുള്ളത് വ്യക്തമാണ്. US മിലിറ്ററി പോലും വ്യക്തമാക്കിയത് അത് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായ പിഴവെന്നാണ്. ആ ഓരോ പിഞ്ചോമന മക്കളുടെയും മാതാപിതാക്കളുടെ കണ്ണുനീർ, അവരുടെ ശാപം, അത് തീർച്ചയായും ട്രംപിനെ വിട്ടുമാറാതെ പിടിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അവരുടെ ശാപം മാത്രമല്ല, ഇതുപോലെ കൊല ചെയ്യപ്പെട്ട നിരപരാധികളായ ഒരുപാട് മനുഷ്യരുടെ ശാപമുണ്ട്. സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാൻ വേണ്ടി നിരപരാധികളായ മനുഷ്യരെ കൊന്നൊടുക്കിയ ഒരുപാട് ഭരണാധികാരികൾ, നീചന്മാരായ ഏകാധിപതികളായ ഭരണാധികാരികൾ ഈ കാലഘട്ടത്തിൽ നിന്നും കടന്നുപോയിട്ടുണ്ട്. അവരുടെ എല്ലാം അവസാനത്തെ അന്ത്യം എത്രത്തോളം വേദനയേറിയതാണ് എന്നുള്ളത് നിങ്ങൾക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും.